ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ചെമ്പനീർ പൂവിൻ്റെ ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ടീച്ചറമ്മ സച്ചിയെക്കുറിച്ചുള്ള ആ ഒരു നല്ല കാര്യങ്ങളെല്ലാം ഇവിടെ പറയുകയാണ്. സച്ചി അത്രയ്ക്ക് നല്ല മനസ്സിൻ്റെ ഉടമയായിരുന്നുവെന്നും അങ്ങനെ സച്ചിയെ കണ്ടാണ് മറ്റുള്ളവർ പഠിക്കേണ്ടതെന്നൊക്കെ ഞാൻ ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അവൻ്റെ മനസ്സിൽ ഓരോരോ സങ്കടം ഉണ്ടായിരുന്നുള്ളൂ. അവൻ്റെ അമ്മ അവൻ ഇതുവരെയും ഭക്ഷണം വാരി കൊടുത്തിട്ടില്ല എന്നുള്ളൊരു സങ്കടം. ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേക്ക് സച്ചി ഒരുപാട് നിന്ന് കരയുക. അപ്പോൾ സച്ചി പറയണം, അതെ എൻ്റെ ആഗ്രഹമായിരുന്നു എൻ്റെ അമ്മ ഒരു പിടി ആഹാരമെങ്കിലും എനിക്ക് വാരി തരണമെന്ന്. പക്ഷേ അതെനിക്ക് സാധ്യമായിട്ടില്ല. ഇത് കേട്ട ചന്ദ്രയ്ക്കും വല്ലാത്തൊരു സങ്കടം തോന്നുക. അപ്പോൾ സച്ചി പറയുകയാണ്, ആ ഒരു ആഗ്രഹമൊക്കെ തീർത്തത് എൻ്റെ ടീച്ചറമ്മയുടെ കയ്യിൽ നിന്നാണ്. ടീച്ചറമ്മയാണ് എനിക്ക് ആഗ്രഹിക്കുമ്പോഴൊക്കെ എനിക്ക് ഭക്ഷണം വാരി തന്നിട്ടുള്ളത് എന്നൊക്കെ സച്ചി പറഞ്ഞുകൊണ്ട് കരയുക. അപ്പോഴേക്കും രേവതിക്കും ഭയങ്കരമായിട്ടും കരച്ചിൽ വരികയാണ്. നമ്മുടെ രവിയാണെങ്കിൽ കണ്ണീരൊക്കെ തുടക്കുക. അങ്ങനെ ടീച്ചറമ്മയാണെങ്കിൽ എന്നാ മോനെ കുറച്ച് ഭക്ഷണം വാരിത്തരാമെന്ന് പറഞ്ഞുകൊണ്ട് കുറച്ചിങ്ങനെ ഭക്ഷണം വാരി സച്ചിയുടെ വായിലേക്ക് വെച്ച് കൊടുക്കാൻ നോക്കുക. അപ്പോൾ സച്ചി ഇങ്ങനെ ടീച്ചറമ്മയെ തന്നെ നോക്കുക. നീ എന്താ മോനെ നോക്കുന്നത്? വാ തുറക്കടാ എന്ന് പറഞ്ഞപ്പോഴേക്കും സച്ചി വാ തുറക്കുകയാണ്. ടീച്ചറമ്മ സ്നേഹത്തോടെ വാരി കൊടുക്കുകയാണ്. പക്ഷേ ചന്ദ്രയ്ക്ക് അത് വല്ലാത്തൊരു പുച്ഛം പോലെ തോന്നിയത്, വല്ലാത്തൊരു നാണക്കേട് പോലെയാണ് തോന്നിയത് ചന്ദ്രയ്ക്ക്. അങ്ങനെ സച്ചി അവിടെ കിടന്ന് ഇങ്ങനെ പൊട്ടിക്കരഞ്ഞപ്പോഴേക്ക്, അയ്യേ ഇതെന്താ നീ ഇങ്ങനെ കരയാണോ? നീ നല്ല സ്മാർട്ടല്ലേ, അപ്പോൾ ഇങ്ങനെ കരയാൻ പാടുണ്ടോ? ഇല്ല ടീച്ചറമ്മ ഒരിക്കൽ കൂടി എനിക്ക് ഭക്ഷണം വാരി തന്നു കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ ആ ചെറുപ്രായമാണ് എനിക്ക് ഓർമ്മ വന്നത് ടീച്ചറമ്മ എന്ന് പറയുകയാണ്. അങ്ങനെ ആ ഒരു കഥയെല്ലാം അവിടെ അവസാനിക്കുക. പക്ഷേ ഈ രേവതിയുടെ മനസ്സിൽ മുഴുവനും ടീച്ചറമ്മയെ കൊണ്ട് എങ്ങനെയെങ്കിലും ആ പഴയ കാലം പറയിപ്പിക്കണം. സച്ചിക്ക് എന്താണ് സംഭവിച്ചത്, സച്ചിയുടെ ജീവിതത്തിൽ ആ എന്ത് മാറ്റമാണ് സംഭവിച്ചത് എന്ന് ടീച്ചറമ്മയെ കൊണ്ട് പറയിപ്പിക്കണം എന്നുള്ള ഒരൊറ്റ ചിന്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ടീച്ചറമ്മ പറയുകയാണ്, ഇതേതായാലും നിന്നെ കാണാൻ പറ്റിയതും ഇവിടെ വന്ന് സദ്യ ഉണ്ടാൻ പറ്റിയതൊക്കെ എൻ്റെ ഭാഗ്യമാണ്. എങ്കിൽ പിന്നെ ഞാൻ ഇറങ്ങിക്കോട്ടെ. അപ്പോൾ സച്ചി പറയുകയാണ്, ഞാൻ കൊണ്ടാക്കി തരാം ടീച്ചറമ്മയെ. അപ്പോൾ രേവതി പറയുകയാണ്, ഞാനും കൂടെ വരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവർ യാത്ര കഴിഞ്ഞപ്പോഴേക്കും ചന്ദ്രയ്ക്ക് വലിയ ഇഷ്ടപ്പെട്ടൊന്നുമില്ല. അത്രയും കാര്യങ്ങളൊന്നും ഇവിടെ പറയണ്ടായിരുന്നു എന്നാണ് ചന്ദ്ര മനസ്സിൽ ചിന്തിച്ചത്. അപ്പോൾ ഇവർ മൂന്നരും കൂടി കാറിൽ പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ രേവതി പിന്നാലെ ഇരിക്കുകയാണ്, നമ്മുടെ ടീച്ചറമ്മ ഫ്രണ്ടിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ രേവതി മനസ്സിൽ ചിന്തിക്കുകയാണ്, എങ്ങനെയെങ്കിലും ടീച്ചറമ്മയെ കൊണ്ട് പറയിപ്പിക്കണമല്ലോ. ടീച്ചറമ്മയോട് ചോദിച്ചു കഴിഞ്ഞാൽ ടീച്ചറമ്മ എന്നോട് സത്യങ്ങൾ തുറന്നു പറയുമോ? എനിക്കത് കേൾക്കാതെ ഒരു സമാധാനം ഉണ്ടാവില്ല എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കുക. അതിനുശേഷം നമ്മുടെ രേവതി ടീച്ചറമ്മ എന്ന് പറഞ്ഞിട്ട് വിളിക്കുകയാണ്. പക്ഷേ ടീച്ചറമ്മയുടെ മുകളിൽ തിരിഞ്ഞൊന്ന് നോക്കുന്നുണ്ട്. ടീച്ചറമ്മേ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ ടീച്ചറമ്മേ, എന്നോട് സത്യം പറയണം. അന്ന് എന്താ സംഭവിച്ചത്? അന്ന് സച്ചേട്ടൻ്റെ ജീവിതത്തിൽ എന്തോ മാറ്റം സംഭവിച്ചെന്ന് പറഞ്ഞില്ലായിരുന്നോ? വലിയൊരു കാര്യം. അതെന്താണ് ടീച്ചറമ്മേ? സച്ചേട്ടൻ്റെ ജീവിതം മാറ്റിമറിച്ച ആ ഒരു കഥ എന്താണ് ടീച്ചറമ്മേ? എന്നോടൊന്ന് പറയാവോ എന്ന് ചോദിക്കുമ്പോൾ അവിടെ ഒന്നും മിണ്ടുന്നില്ല ടീച്ചറമ്മ. സച്ചിയും അതേപോലെ തന്നെ ഒന്നും മിണ്ടുന്നില്ല. എന്താ ടീച്ചറമ്മ എന്തൊന്നും മിണ്ടാത്തത്? എനിക്കത് അറിയാനുള്ള അവകാശമില്ലേ? ഞാൻ ഇദ്ദേഹത്തിൻ്റെ ഭാര്യയല്ലേ? അപ്പോൾ ആ സത്യങ്ങളെല്ലാം ഞാനും കൂടി അറിയണ്ടേ? എനിക്കറിയാനുള്ള ആകാംക്ഷ കൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. എന്നോടെങ്കിലും സത്യങ്ങളൊന്ന് തുറന്ന് പറ ടീച്ചറമ്മേ, പ്ലീസ് ദയവ് ചെയ്ത് എന്നോടൊന്ന് പറ ടീച്ചറമ്മേ എന്നിങ്ങനെ പറയുമ്പോൾ ടീച്ചറമ്മ പറയാണ്, മോനെ സച്ചി, എന്നെ അവിടെ ഇറക്കിയാൽ മതി എന്ന് പറയുകയാണ്. ഇത് കേട്ട രേവതി ആകെ ഞെട്ടിപ്പോവാണ്. ടീച്ചറമ്മേ പ്ലീസ്, ഞാൻ ചോദിച്ചതിനുള്ള മറുപടി പറ ദയവ് ചെയ്ത്. എനിക്ക് ആ സത്യം അറിയാനുള്ള ആകാംക്ഷ കൊണ്ടാണ്. എനിക്കതറിയാനുള്ള അവകാശമില്ലേ? ഒന്ന് പറ സച്ചേട്ടാ, ഒന്ന് പറയാൻ പറ സച്ചേട്ടാ, നിങ്ങൾ ആരെങ്കിലും ഒന്ന് പറ സച്ചേട്ടാ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴും നമ്മുടെ സച്ചി ടീച്ചറമ്മയോട് ചോദിക്കാൻ, ടീച്ചറമ്മേ ഇവിടെ തന്നെ നിർത്തണോ? ഞാൻ കൊണ്ട് ആക്കി തന്നോളാം. വേണ്ട മോനെ, ആക്കി തരണ്ട മോൻ, ഇവിടെ നിർത്തിയാൽ മതി. എനിക്കിനി കുറച്ചങ്ങോട്ട് നടന്നു പോകാവുന്നതേ ഉള്ളൂ, ഞാൻ പൊയ്ക്കോളാം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ടീച്ചറമ്മയോടെ അവിടെ നിർത്തുകയാണ്. നിർത്തിക്കഴിഞ്ഞപ്പോഴേക്ക് ടീച്ചറമ്മ രേവതിയോട് പറയുകയാണ്, രേവതി, അന്ന് ആ സംഭവം നടന്നപ്പോൾ ഇതേപോലൊരു ഓണക്കാലമായിരുന്നു എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ടീച്ചറമ്മ അവിടെ നിന്ന് ഇറങ്ങിപ്പോവുകയാണ്. രേവതിക്ക് അത് ഭയങ്കരമായിട്ടും സങ്കടമായി തോന്നുകയാണ്. സത്യങ്ങളൊന്നും അറിയാൻ പറ്റിയില്ലല്ലോ എന്നുള്ളൊരു സങ്കടം. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ശ്രുതിയാണ്. അപ്പോൾ ശ്രുതി ആകെ ടെൻഷൻ അടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക. അപ്പോൾ മീര വന്നിട്ട് പറയുകയാണ്, നീ ഇങ്ങനെ ടെൻഷൻ അടിച്ച് നടന്നിട്ട് വല്ല കാര്യമുണ്ടോ? എങ്ങനെയെങ്കിലും ശ്രുതിയുടെ മനസ്സ് മാറ്റാനായിട്ട് നോക്ക്, എന്നിട്ട് നീ അവൻ്റെ കൂടെ പോകാൻ നോക്ക്. ഞാൻ പല പ്രാവശ്യം മനസ്സ് മാറ്റാനായിട്ട് ശ്രമിച്ചല്ലോ മീര, എന്നിട്ട് എനിക്കതൊന്നും സാധിക്കുന്നില്ലല്ലോ. പിന്നെ ഞാൻ എന്ത് ചെയ്യാനാണ്? നീ ഇങ്ങനെ നിന്നിട്ടോ കാര്യമില്ല, അവനെ വീഴ്ത്തുന്ന രീതിയിൽ നീ പറയണം എന്ന് പറഞ്ഞുകൊണ്ട് നിന്നപ്പോൾ നമ്മുടെ ശ്രുതിയെ കാണിക്കണം. അപ്പോൾ ശ്രുതിയാണെങ്കിൽ ഊഞ്ഞാലിങ്ങനെ കിടന്ന് ഇങ്ങനെ ഉറങ്ങാം. ആ സമയത്താണ് ശ്രുതിയുടെ ഫോണിലേക്ക് ഒരു കോൾ വരുന്നത്. അപ്പോൾ കോളിൻ്റെ ശബ്ദം കേട്ടുകഴിഞ്ഞപ്പോഴേക്കും ശ്രുതി കോൾ എടുത്തില്ല. അത് ശ്രുതിയാണെന്ന് ശ്രുതിക്ക് മനസ്സിലായി. ആ കോൾ എടുക്കാനായിട്ട് നിന്നുമില്ല. അങ്ങനെ അവനെന്താ കോൾ എടുക്കാത്തത് മീര, നീ ഒരു മെസ്സേജ് അടക്ക്. അങ്ങനെ ശ്രുതി മെസ്സേജ് അടക്കാണ്, ശ്രുതി എനിക്കിനി ജീവിക്കാനായിട്ട് പറ്റില്ല, നീ ഇല്ലാതെ ഒരു നിമിഷം പോലും എനിക്ക് കഴിയാനായിട്ട് പറ്റില്ല, നീ എന്നെ കൂട്ടിക്കൊണ്ട് പോയില്ലെങ്കിൽ
ഞാൻ ആത്മഹത്യ ചെയ്യും എന്നും പറഞ്ഞുകൊണ്ടാണ് ആ ഒരു മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് വായിച്ച സുധിയാണെങ്കിൽ അടുത്ത അടവും കൊണ്ട് വന്നിരിക്കുകയാണ് അവൾ. നിൻ്റെ അടവൊന്നും എൻ്റെ അടുത്ത് നടക്കില്ല മോളെ, നീ എന്നെ പേടിപ്പിക്കാമെന്ന് വിചാരിച്ചോ? ഒരിക്കലും എന്നെ പേടിപ്പിക്കാമെന്ന് നീ കരുതണ്ടടി. നിൻ്റെ ആഗ്രഹം നടക്കില്ല. അവൾ ആത്മഹത്യ ഭീഷണിയായിട്ട് മുഴക്കി വന്നിരിക്കുകയാണ്. ഈ സുധിയുടെ മനസ്സ് മാറ്റാമെന്ന് നീ കരുതണ്ട എന്നും പറഞ്ഞുകൊണ്ട് ആ ഒരു റിപ്ലൈ ഒന്നും കൊടുക്കാതെ അവിടെ തന്നെ ഫോൺ വെക്കുകയാണ്. ശ്രുതി നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും മീര ഇത് കണ്ടോ മീര? അവൻ ആ മെസ്സേജ് കണ്ടു, പക്ഷെ റിപ്ലൈ ഒന്നും തന്നില്ലല്ലോ. എടി, അവൻ്റെ മനസ്സ് മാറ്റാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നീ ഇനി ജീവിതകാലം മുഴുവൻ ഇവിടെ തന്നെ നിൽക്കുമെന്നാണ് എൻ്റെ ഒരു പേടി. നീ ഒരു കാര്യം ചെയ്യ്, നീ ഷോറൂമിലേക്ക് ചെല്ല്, അല്ലാതെ വേറൊരു വഴിയില്ല. ഷോറൂമിലേക്ക് എത്ര പ്രാവശ്യം ചെന്നതാ, അപ്പോഴൊക്കെ എന്നെ ആട്ടി പുറത്താക്കുകയല്ലേ ചെയ്തത്. ഇനി എന്ത് ചെയ്യുമെന്ന് എനിക്കറിയില്ലല്ലോ. എന്തെങ്കിലും ചെയ്തേ മതിയാവുള്ളൂ മീര. എനിക്ക് ഇങ്ങനെ ഇനി ജീവിക്കാൻ പറ്റില്ല. കാരണം സുധി ഇല്ലാതെ ഒരു നിമിഷം പോലും എനിക്ക് കഴിയാനായിട്ട് പറ്റില്ല. അത് ഞാൻ ഉറപ്പിച്ചെടുത്ത തീരുമാനമാണ് എന്നും പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. അങ്ങനെ നമ്മുടെ രേവതിയുടെ വീടെന്ന് വെച്ചാൽ സുധിയുടെ വീട് കാണിക്കുകയാണ്. അപ്പോൾ അങ്ങോട്ടേക്ക് ഒരു പെണ്ണ് വരിക. വന്നു കഴിഞ്ഞപ്പോഴേക്ക് രേവതി ചോദിക്കണം ആരാണ് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്ക് ഞാനേ പ്രിയ, ശ്രീകാന്ത് വർക്ക് ചെയ്യുന്ന റെസ്റ്റോറൻറ്റ് ഓണറിൻ്റെ മോളാന്ന് പറയണം. ആണോ പ്രിയ? വാ കയറി വാ പ്രിയ എന്നും പറഞ്ഞുകൊണ്ട്. ആരാ മോളെ ഇത് എന്ന് ചോദിച്ചപ്പോഴേക്കും അത് പിന്നെ അമ്മേ ഇതേ ശ്രീകാന്ത് വർക്ക് ചെയ്യുന്ന റെസ്റ്റോറൻ്റ് ഇല്ലേ, ആ റെസ്റ്റോറൻറ്റ് ഓണറിൻ്റെ മോളാണ് പ്രിയ എന്ന് പറയാണ്. അപ്പോൾ ചന്ദ്രൻ അയ്യോ പ്രിയയാണോ മോളെ, നീ ഇരിക്കും മോളെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അപ്പോൾ നമ്മുടെ വർഷ ഇറങ്ങി വരികയാണ്. വർഷയ്ക്ക് തീരെ അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല പ്രിയ വന്നത്. അപ്പോൾ ഞാനേ ശ്രീകാന്ത് ഇവിടെയുണ്ടോ? ശ്രീകാന്ത് ഉണ്ടല്ലോ, മോളിലുണ്ടല്ലോ. ഞാൻ ശ്രീകാന്തിനെ കാണാൻ വേണ്ടിയാണ് വന്നത്, ചില കാര്യങ്ങളൊക്കെ പറയാനുണ്ട്. അപ്പോൾ വർഷയാണെങ്കിൽ നിങ്ങളെന്തിനാ ശ്രീകാന്തിനെ കാണുന്നത്? അതിൻ്റെ ആവശ്യമില്ലല്ലോ, ശ്രീകാന്ത് അവിടെ നിന്ന് ജോലി നിർത്തിയതല്ലേ, പിന്നെ നിങ്ങളെന്തിനാ കാണാൻ വരുന്നത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ എനിക്ക് ശ്രീകാന്തിനെ കാണാനുണ്ടൊന്ന് വിളിക്കാവോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ശ്രീകാന്ത് വരിക. ശ്രീകാന്ത് കഴിഞ്ഞപ്പോഴേക്കും അയ്യോ പ്രിയ എന്നും പറഞ്ഞുകൊണ്ട് ശ്രീകാന്ത് അങ്ങോട്ട് സന്തോഷത്തോടെ ചെല്ലുന്നത്. ശ്രീകാന്തേ, ഞാൻ ശ്രീകാന്തിനോടേ ചില കാര്യങ്ങളെല്ലാം ബോധിപ്പിക്കാൻ വേണ്ടി വന്നത്. അപ്പോഴേക്കും വർഷ പറയാണ് ഓ നിങ്ങൾക്ക് ശ്രീകാന്തിന് വലിയ പുച്ഛമായിരുന്നല്ലോ. നിങ്ങളുടെ റെസ്റ്റോറൻറ്റ് വിജയത്തിന് കാരണം നിങ്ങളാണ്, അതിൽ ശ്രീകാന്തിനൊരു പങ്കുമില്ല എന്നൊക്കെയാണല്ലേ നിങ്ങൾ പറഞ്ഞത്. ഇത് കേട്ട പ്രിയ ഒന്ന് ചിരിക്കുകയാണ്. വർഷ, ഞാൻ അങ്ങനെയല്ല പറഞ്ഞത്. ഒരാളെ കൊണ്ട് മാത്രം വിജയിക്കാനായിട്ട് പറ്റില്ലല്ലോ. ഈ ഒരു റെസ്റ്റോറൻറ്റിന് വിജയം ഉണ്ടെങ്കിൽ അത് ശ്രീകാന്തിൻ്റെ കൂടി വിജയം തന്നെയാണ്. ശ്രീകാന്ത് ഉള്ളത് കൊണ്ട് തന്നെയാണ് ആ വിജയത്തിന് ഇതായത്. അല്ലാണ്ട് ശ്രീകാന്തിനെ കൊണ്ട് ഒറ്റക്ക് അത് വിജയിക്കാനായിട്ട് പറ്റില്ല, എന്നെ കൊണ്ടും ഒറ്റക്ക് വിജയിപ്പിക്കാനായിട്ട് പറ്റില്ല. ഞങ്ങൾ രണ്ടുപേരും കൂടി ചേർന്നുകൊണ്ടാണ് ആ റെസ്റ്റോറൻറ്റ് നന്നായിട്ട് വിജയിച്ചത്. ഇപ്പം നമ്മുടെ റെസ്റ്റോറൻറ്റിന് നല്ല റേറ്റിംഗ് ഉണ്ട് ശ്രീകാന്തേ. ഞങ്ങളിപ്പോൾ പുതിയ 4 ബ്രാഞ്ചും കൂടി ഓപ്പൺ ആക്കാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു ബ്രാഞ്ചിൻ്റെ പാർട്ട്ണർഷിപ്പായിട്ട് നിന്നെ ഞാൻ തിരഞ്ഞെടുത്തിരിക്കുകയാണ് ശ്രീകാന്ത് എന്ന് പറയാം. ഇത് കേട്ട് എല്ലാവരും അന്തിച്ച് നോക്കി നിൽക്കുകയാണ്, ഞെട്ടിപ്പോയി. ശ്രീകാന്തിനും ഭയങ്കര സന്തോഷമായി, വർഷയ്ക്ക് വലിയ സന്തോഷമൊന്നുമില്ല. അപ്പോൾ സുധിയാണെങ്കിൽ ഇവനോ പാർട്ട്ണർഷിപ്പോ ഇവനോ എന്നൊക്കെ ഇങ്ങനെ വിചാരിക്കുക. അപ്പോൾ സുധി ചോദിക്കുകയാണ് അല്ല ഈ പാർട്ട്ണർഷിപ്പ് എന്നൊക്കെ പറയുമ്പോൾ പൈസ ഇറക്കണ്ടേ? അതെങ്ങനെ? വേണ്ട ഒറ്റ പൈസ ഇറക്കണ്ട. ശ്രീകാന്ത് ഒരു തരി പൈസ പോലും ഇങ്ങോട്ട് ഇറക്കേണ്ട ആവശ്യമൊന്നുമില്ല, എല്ലാം ഞാൻ തന്നെയാണ്. ശ്രീകാന്ത് എൻ്റെ പാർട്ട്ണർഷിപ്പായാൽ മാത്രം മതി, എൻ്റെ റെസ്റ്റോറൻറ്റ് പാർട്ട്ണർഷിപ്പായാൽ മാത്രം മതി. ശ്രീകാന്തിൻ്റെ കഴിവ് അത്രത്തോളം മികച്ച കഴിവ് തന്നെയാണ്. ശ്രീകാന്തിൻ്റെ കഴിവിനെയാണ് ഞാൻ അഭിനന്ദിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ഒരു തരി പൈസ പോലും ഇറക്കാതെ ഞാൻ ശ്രീകാന്തിനെ എൻ്റെ റെസ്റ്റോറൻറ്റ് പാർട്ട്ണർഷിപ്പാക്കി ഞാൻ മാറ്റിയിരിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയാം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും രവിക്കും വളരെയേറെ സന്തോഷം തോന്നുകയാണ്. അപ്പോൾ ചന്ദ്രയ്ക്കും ഭയങ്കര സന്തോഷം. അതുകൊണ്ട് ഇതിലൊന്ന് സൈൻ ചെയ്യാവോ ശ്രീകാന്ത് എന്ന് ചോദിക്കുകയാണ്. പക്ഷേ ശ്രീകാന്ത് വർഷയെ നോക്കുക. അപ്പോൾ വർഷയ്ക്ക് സമ്മതമാണെങ്കിൽ മാത്രം സൈൻ ചെയ്യാമെന്ന രീതിയിലായിരുന്നു. അപ്പോൾ വർഷ പറയണം സൈൻ ചെയ്ത് കൊടുക്ക്. അങ്ങനെ ശ്രീകാന്ത് അതിൽ സൈൻ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ പ്രിയ പറയുകയാണ് എനിക്ക് ഒരുപാട് സന്തോഷമായി. കമ്പനി ഇത്രയും ഈ റെസ്റ്റോറൻറ്റ് നല്ല രീതിയിൽ തന്നെ ഉയർന്നു വന്നല്ലോ, അതെനിക്ക് വളരെയേറെ സന്തോഷമായി. ഇനിയും ഉയരങ്ങളിലേക്ക് കൊണ്ടുപോകണം. ഇന്ത്യയിൽ പലയിടത്തും, ഇന്ത്യ ഫുള്ളോ റെസ്റ്റോറൻറ്റ് ഇടണമെന്ന് തന്നെയാണ് എൻ്റെ താല്പര്യം. അതാണ് എൻ്റെ ഡ്രീം. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ചന്ദ്ര പറയണത് അതിനൊക്കെ ഒരുപാട് പൈസ ആവില്ല മോളെ. അപ്പോൾ റെസ്റ്റോറൻ്റ് ആണെങ്കിൽ 1 കോടി രൂപയാകോ? ആൻറ്റി എന്താ പറയുന്നത് 1 കോടി രൂപയോ? ഇപ്പോൾ 2 റെസ്റ്റോറൻറ്റ് ഇട്ടത് തന്നെ 15 കോടിയായി. അമ്മേ 15 കോടിയോ? 15 കോടിയായി. അയ്യോ ഇത്രയും പൈസയൊക്കെ മോളുടെ കയ്യിലുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ എൻ്റെ കയ്യിൽ എന്തിനാ, എൻ്റെ ഡാഡി ചോദിച്ചാൽ തരും, ഇന്ന് ചോദിച്ചാൽ നാളെ തന്നെ പൈസ തരും എന്ന് പറയാണ്. നാളെ തന്നെ പൈസ തരും? പിന്നെ അല്ലാതെ എൻ്റെ ഡാഡി എനിക്ക് നാളെ തന്നെ പൈസ തരും എന്ന് പറയാണ്.
അപ്പോൾ നമ്മുടെ രേവതി ചോദിക്കുകയാണ്, അല്ല പ്രിയ, നീ എന്താ കല്യാണം കഴിക്കാത്തത് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും, ആദ്യം എൻ്റെ ഡ്രീമെന്നെല്ലാം സഫലമാകട്ടെ, അതിനുശേഷം കല്യാണത്തെക്കുറിച്ച് ആലോചിക്കാം. അപ്പോൾ ചന്ദ്രയാണെങ്കിൽ, ഓ മോളുടെ ആഗ്രഹം മോളെ പോലെ ഒരു ബിസിനസ് പാർട്ട്ണറെ ആയിരിക്കും ആവശ്യം അല്ലേ? ഹോ, ആൻറ്റിക്ക് അതങ്ങനെ കൃത്യമായിട്ട് മനസ്സിലായി. അതെ, ആൻറ്റി പറഞ്ഞ സത്യം തന്നെയാണ്. എന്നെ പോലെ ഒരു ബിസിനസ് മൈൻഡുള്ള ഒരാളെയാണ് എനിക്ക് ഇഷ്ടം. അങ്ങനെയുള്ള ഒരാളെയാണ് കല്യാണം കഴിക്കാനായിട്ട് എനിക്ക് താല്പര്യം. ഇത് കേട്ട ചന്ദ്രയുടെ മനസ്സിൽ ലഡ്ഡു പൊട്ടുകയാണ്. അപ്പം തന്നെ ചന്ദ്ര സ്വപ്നം കാണാനായിട്ട് തുടങ്ങി. തൻ്റെ ശ്രുതിയും ഈ പ്രിയയും തമ്മിലുള്ള കല്യാണം. ശ്രുതി പോട്ടെ, അവളൊരു കഴിവില്ലാത്തവൾ, പണക്കാരിയല്ല, പീച്ചക്കാരി. അവളെ വേണ്ട, അവളെ തൂത്തെറിഞ്ഞിട്ട് ഈ പ്രിയയെ കൊണ്ട് എൻ്റെ മകൻ ശ്രുതിയുടെ കല്യാണം നടത്തിയാലോ എന്ന് സ്വപ്നം കാണുകയാണ്. അപ്പോൾ അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവ്യൂ ഇവിടെ അവസാനിച്ചിരിക്കുന്നത്. അടുത്ത റിവ്യൂവിനെ കാത്തിരിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ച് നമസ്കാരം. താങ്ക് യു. ബൈ.